ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഓട്ടോകോയിഡ്സ് ആണ് കേട്ടോ. സോ എന്താ ഓട്ടോകോയിഡ്സ്? ഓട്ടോകോയിഡ്സ് ആർ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ദാറ്റ് ഹാവ് ലോക്കൽ എഫക്ട്. ഒന്നെങ്കിൽ ഓട്ടോകോയിഡ്സ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ആണ്, നമ്മളെ ബോഡിയിൽ ലോക്കൽ എഫക്റ്റ് കൊടുക്കാനായിട്ട് ഓട്ടോകോയിഡ്സിന് കഴിയുമെന്നുള്ളതാണ്. ആൻഡ് ക്യാൻ ആക്ട് എസ് റെഗുലേറ്ററി ഓർ മീഡിയേറ്ററി ഏജന്റ്. ഒന്നെങ്കിൽ റെഗുലേറ്ററി ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ മീഡിയേറ്ററി ഏജന്റ് ആയിട്ടോ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ദേ ആർ റിലീസ്ഡ് ഫ്രം സെൽ ഇൻ ടു ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് ആർ ഇൻവോൾവ് ഇൻ വേരിയസ് ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ പ്രോസസ്. അതായത് ഈ ഓട്ടോകോയിഡ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ദേ ആർ റിലീസ്ഡ് ഫ്രം സെൽസ്. ഈ സെല്ലുകളിൽ നിന്നാണ് നമുക്ക് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലേക്കും അതുമാത്രമല്ല നമ്മുടെ ബോഡി പ്രോസസ് നടക്കുന്ന ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ സെൽസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ സെൽസ് ഉണ്ട്. സോ സെൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഓട്ടോകോയിഡ്സ് റിലീസ് ആവുന്നു. അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ റെഗുലേറ്ററി ഫങ്ഷൻസും പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് റിലീസ് ആവുകയും ഇനി പത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ്സൊക്കെ അവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇറ്റ് ഓൾസോ നോൺ ആസ് ലോക്കൽ ഹോർമോൺ. ഇത് നമ്മൾ ലോക്കൽ ഹോർമോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ ദർ 3 മെയിൻ ടൈപ്പ് ഓഫ് ഓട്ടോകോയിഡ്സ്. 3 തരത്തിലാണ് ഓട്ടോകോയിഡ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഹോർമോൺ ലൈക്ക് കോമ്പൗണ്ട്സ് ദാറ്റ് പ്ലേ എ റോൾ ഇൻ ഇൻഫ്ലമേഷൻ, പെയിൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. നമ്മളെ ബോഡി നടക്കുന്ന നീർവീക്കം, വേദന, ബ്ലഡിൻ്റെ ഫ്ലോയിൻ്റെ റെഗുലേഷൻ ഒക്കെ ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലൂക്കോട്രൈൻസ് ആണ്. പൊട്ടൻ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ദാറ്റ് പ്ലേ എ റോൾ ഇൻ അലർജിക് റിയാക്ഷൻ ആൻഡ് ആസ്മ. നമുക്ക് ആസ്മ വരുമ്പോഴോ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് ലൂക്കോട്രൈൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റാമൈൻ ആണ്. എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഇൻ റെഗുലേറ്ററി ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആൻഡ് അലർജിക് റിയാക്ഷൻ. നമ്മളെ ബോഡിയിലുള്ള ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനും ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വേണ്ടി പിന്നെ അലർജിക് റിയാക്ഷൻസിനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റമൈൻ ആണ്. ഓക്കെ, അപ്പോൾ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഓട്ടോകോയിഡ്സ് നമ്മളെ ബോഡിയിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിന് ഒരുപാട് രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മളെ ബോഡിനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പീസ് ഇതിൻ്റെ റെഗുലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്റാമൈൻ ആണ്. എ കെമിക്കൽ ഫൗണ്ട് ഇൻ സം ഓഫ് ദ ബോഡി സെൽ കോസ് മെനി ഓർ സിംറ്റം ഓഫ് അലർജി സച്ച് ആസ് റണ്ണിങ് നോസ് ഓർ സ്നീസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹിസ്റ്റമിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അല്ലേ. സോ ഈ ഹിസ്റ്റമിൻ എന്താണ്? എ കെമിക്കൽ ഫൗണ്ട് ഇൻ സം ഓഫ് ദ ബോഡി സെൽസ്. ഓക്കെ, നമ്മളെ സെൽസിൽ കാണുന്ന സാധനമാണ് ഹിസ്റ്റമൈൻ. കോസ് മെനി ഓഫ് ദ സിംറ്റം ഓഫ് അലർജി. അലർജിയുടെ സിംറ്റം കാണിക്കുക, സച്ച് ഇസ് റണ്ണിങ് നോസ്, സ്നീസിങ്, തുമ്മുക, മൂക്കിങ്ങനെ വെള്ളം കൊണ്ട് നിറയുക, ഇതെല്ലാം ഹിസ്റ്റമിൻ്റെ ഒരു സിംറ്റംസ് ആണ്. വെൻ എ പേഴ്സൺ ഈസ് അലർജിക് ടു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്, ഇറ്റ് ഇസ് ഫുഡ് ഓർ ടേസ്റ്റ്, ദ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്ക്ലി ബിലീവ് ദാറ്റ് ഇറ്റ്സ് യൂഷ്വലി ഹാംലെസ് സബ്സ്റ്റൻസ്, ഇറ്റ് ആക്ട് ഹാംഫുൾ ടു ദ ബോഡി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ആഹാരമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊടിയിലൊക്കെ എക്സ്പോസ് ആവുകയാണെങ്കിൽ നമ്മളെ ബോഡി എന്ത് ചെയ്യും? മിസ്റ്റേക്കിലി ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്കിലി ചിന്തിക്കും എന്താണ്? ദാറ്റ് ദിസ് യൂഷ്വലി ഹാംലെസ് സബ്സ്റ്റൻസ് ഈസ് ആക്ച്വലി ഹാംഫുൾ ടു ദ ബോഡി. ഇത് ഹാംലെസ് സബ്സ്റ്റൻസ് ആണ്, എന്നാലും നമ്മളെ ബോഡിക്ക് ഇത് പ്രശ്നകാരിയാണ് എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡസ്റ്റോ ഫുഡൊക്കെ എന്ത് ചെയ്യുന്നു? കാരണം ഹിസ്റ്റമൈൻ റിലീസ് ആകുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ റോൾ ഓഫ് ഹിസ്റ്റമൈൻ ആണ്. സോ ഹിസ്റ്റമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, നമ്മളെ ബോഡിയിലെ ഫിസിയോളജിക്കൽ പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി കുറച്ച് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ഹിസ്റ്റമിൻ ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ആണ്. നമ്മുടെ ഹിസ്റ്റമിൻ പാരാറ്റൽ സെല്ല്, സ്റ്റൊമക്കിലുള്ള പാരാറ്റൽ സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ത് ചെയ്യുന്നത്? അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള ഫുഡിന് ആവശ്യമുള്ള ഗ്യാസ്ട്രിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഹിസ്റ്റമൈന് ഒരു റോളുണ്ട്. ആൻഡ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹിസ്റ്റമിൻ എന്ത് ചെയ്യുന്നു? ബ്രോങ്കോ സ്മൂത്ത് മസിൽസിനെയൊക്കെ കൺട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ഇതൊരു കീ മെക്കാനിസം ആണ്. ആസ്മ അല്ലെങ്കിൽ അതർ റെസ്പിറേറ്ററി കണ്ടീഷൻ ഒരു കീ മെക്കാനിസം ആണ്. നെക്സ്റ്റ് വൺ ഇസ് അലർജിക് റിയാക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ വാസോ ഡൈലേഷൻ ഉണ്ട്. ഹിസ്റ്റമിൻ ക്യാൻ കോസ് ദ ബ്ലഡ് വെസൽ ടു ഡൈലേറ്റ്. എന്ത് ചെയ്യുന്നു? ഹിസ്റ്റമിൻ നിന്ന് ബ്ലഡ് വെസൽ ഡൈലേറ്റ് ആണ് ചെയ്യുന്നത്, ഇൻക്രീസിങ് ബ്ലഡ് ഫ്ലോ ആൻഡ് പ്രൊമോട്ടിങ് ടിഷ്യൂ പെർഫ്യൂഷൻ.
അപ്പോൾ ഡൈലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോയും ടിഷ്യൂ പെർഫ്യൂഷനും എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വീക്ക് ഫുൾനെസ് ആൻഡ് അലേർട്ട്നെസ് ആണ്. ഹിസ്റ്റമിൻ ഈസ് ഇൻവോൾവ് ഇൻ റെഗുലേറ്ററി ഓഫ് വീക്ക് ഫുൾനെസ് ആൻഡ് അലേർട്ട്നെസ് ആൻഡ് മേ പ്ലേ എ റോൾ ഇൻ അറ്റൻഷൻ ആൻഡ് മെമ്മറി. അതായത് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അല്ലെങ്കിൽ വീക്ക് ഫുൾനെസ് ആയിട്ടിരിക്കുക, ഇതിനൊക്കെ ഒരു റെഗുലേഷൻ ഉണ്ട്. അതായത് നമ്മൾ അറ്റൻഷൻ, നമ്മുടെ മെമ്മറി ഒക്കെ എന്താണ് ഈ ഹിസ്റ്റമിനുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ പറയുവാണെങ്കിൽ ഹിസ്റ്റമിൻ ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബോഡിയുടെ സ്റ്റിമുലേഷൻ ആയാലും എക്സസീവ് റെസ്പോൺസ് ഓഫ് ഹിസ്റ്റമിൻ ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഹിസ്റ്റമിൻ ഉണ്ടായി കഴിഞ്ഞാലും സംഭവിക്കുക അലർജി, ആസ്മ, അനാഫൈലാക്സിസ്, ഷോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹിസ്റ്റമിൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്റി ഹിസ്റ്റാമൈൻസ് ആണ്. നമുക്കറിയാം ആന്റി ഹിസ്റ്റാമൈൻസ്, ദ ഡ്രഗ് ദാറ്റ് ബ്ലോക്ക് ദ ഹിസ്റ്റമിൻ ആണ് ആന്റി ഹിസ്റ്റാമൈൻസ് അല്ലേ. എ കെമിക്കൽ റിലീസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് ഇൻ അലർജിക് റിയാക്ഷൻ. സോ നമ്മൾ ഒരു അലർജിക് റിയാക്ഷനിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹിസ്റ്റാമൈനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആന്റി ഹിസ്റ്റാമൈൻസ്. എല്ലാവർക്കും അറിയാം. ദ യൂസ് ടു ട്രീറ്റ് സിംറ്റം ലൈക്ക് ഇച്ചിങ്, റണ്ണിങ് നോസ്, വാട്ടറി ഐസ്, സ്നീസിങ്, അലർജി, ഹേ ഫീവർ, കോമൺ കോൾഡ്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളെ കണ്ണ് നിറയുക, നമുക്ക് തുമ്മാൻ തോന്നുക, ജലദോഷം വരും, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മുടെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി ആന്റി ഹിസ്റ്റമൈൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി സം കോമൺ എക്സാമ്പിൾ ഫോർ ആന്റി ഹിസ്റ്റമൈൻസ് ഈസ് ഡൈഫെൻഹൈഡ്രാമൈൻ, ലൊറാറ്റാഡിൻ ആൻഡ് സിട്രിസീൻ ആണ്. ഓക്കെ, ഇത് മറന്നു പോകണ്ട കേട്ടോ. ഏതൊക്കെയാണ്? ഡൈഫെൻ ഹൈഡ്രാമൈൻ അല്ലെങ്കിൽ ബെനാഡ്രൈൽ, ലൊറാറ്റാഡിൻ അല്ലെങ്കിൽ ക്ലാരിത്തിൻ ആൻഡ് സിട്രിസിൻ അല്ലെങ്കിൽ സൈററ്റക്. സോ ആന്റി ഹിസ്റ്റമിൻസ് ആർ അവൈലബിൾ ഓവർ ദ കൗണ്ടർ ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ക്യാൻ കോസ് ഡ്രൗസിനെസ് ഇൻ സം പീപ്പിൾ. സോ ആന്റി ഹിസ്റ്റമിൻസ് ഓവർ ദ കൗണ്ടർ OTC ആയിട്ടൊക്കെ ആൾക്കാർ കിട്ടാറുണ്ട്, പിന്നെ പ്രിസ്ക്രിപ്ഷനും കൊടുക്കാറുണ്ട്. കാര്യം ഉറക്കം ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഹിസ്റ്റമിൻ ഉണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ നോക്കാം. അമൈൻ ഡിറൈവ്സിൽ അല്ലെങ്കിൽ ഡിറൈവഡിൽ ഹിസ്റ്റമിനും സെറോട്ടോണിനും, പെപ്റ്റൈഡ് ഡെറിവേറ്റീവിൽ ആൻജിയോടെൻസിനും ബ്രാഡിക്കിനും, ലിപ്പിഡ് ഡെറിവേറ്റീവിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻസ്, ഇന്റർലൂക്കൈൻസ്, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എക്സെട്ര. ഇത്രയുമാണ് നമ്മുടെ ഓട്ടോകോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് കേട്ടോ. അമൈൻ ഡെറിവേറ്റീവ് ഹിസ്റ്റാമൈൻ ആൻഡ് സെറോട്ടോണിൻ, പെപ്റ്റൈഡ് ഡെറിവേറ്റീവ് ആൻജിയോടെൻസിൻ ആൻഡ് ബ്രാഡിക്കിൻ, ലിപ്പിഡ് ഡെറിവേറ്റീവിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ആൻഡ് ലൂക്കോട്രൈൻസ് ആൻഡ് ഇന്റർലൂക്കിൻസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇനി ക്ലിനിക്കൽ യൂസ് ഓഫ് ആന്റി ഹിസ്റ്റമൈൻസ് ആണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, അലർജിക് കണ്ടീഷനിലൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഹേ ഫീവറിൽ കൊടുക്കാം, ഹൈവ്സ്, അലർജിക് കൺജക്റ്റിവൈറ്റിസ്, അലർജിക് റൈനൈറ്റിസിൽ, അനാഫൈലാക്സിസിൽ, നൗസിയ, വോമിറ്റിങ്ങിൽ, ഇൻസോമിനിയ, ഉറക്കമില്ലാ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിന്റെ കൂടെയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്താണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് സമയം നീട്ടുന്നില്ല. സോ അഡ്വേഴ്സ് എഫക്ട് ഡ്രൗസിനെസ്, ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ, കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി റിട്ടൻഷൻ, കൺഫ്യൂഷൻ, ഡിസിനെസ്, ഹെഡ് ഏക്ക് ഒക്കെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആന്റി ഹിസ്റ്റമിൻ സിട്രസിൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു അതൊക്കെ അത് തന്നെയാണ്. അല്ലാണ്ട് പിന്നെ കോൺസ്റ്റിപ്പേഷൻ മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, ബാക്കിയെല്ലാം നമുക്കുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5-HT ആൻറ്റഗോണിസ്റ്റ് ആണ്. 5-ഹൈഡ്രോക്സി ട്രൈറ്റാമൈൻ ആണ്. സോ 5-HT ആൻറ്റഗോണിസ്റ്റ് ഓൾസോ നോൺ ആസ് സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. സോ 5-HT ആൻറ്റഗോണിസ്റ്റിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയാറുണ്ട്. ആൻഡ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ദറ്റ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകളാണ് 5-HT ആൻറ്റഗോണിസ്റ്റ്. അഗോണിസ്റ്റ് അല്ല, ആൻറ്റഗോണിസ്റ്റ്. It also belong to an autocoid which release in our body mainly found in G8. ഇതും നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന അടുത്ത ഓട്ടോകോയിഡ് ആണ്. നമ്മുടെ G8 ലാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്ലേറ്റ്ലെറ്റ് ആൻഡ് CNS, it is derived from amino acid. സോ ബേസിക്കലി എവിടെയാണ്? പ്ലേറ്റ്ലെറ്റ്സിൽ ഉണ്ടാവാറുണ്ട്, CNS കാണാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഡിറൈവ്ഡ് അമിനോ ആസിഡ് തന്നെയാണ്. ഇനി എന്തോ കണ്ടീഷനിലാണ് നമ്മൾ ഉപയോഗിക്കാന്ന് പറയാം. മൈഗ്രെയിനിൽ ഉപയോഗിക്കാറുണ്ട്. മൈഗ്രെയിൻ കുറയ്ക്കും. ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും. ആങ്സൈറ്റി ഡിസോർഡറിൽ സഹായിക്കും. നൗസിയ, വോമിറ്റിംഗിൽ സഹായിക്കും. ആൻഡ് IBS, ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രം, അതായത് നമുക്ക് അബ്ഡോമിനൽ പെയിൻ വരിക, ഡയറി വരിക, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ 5-HT നമ്മൾ കൊടുക്കാറുണ്ട്. 5-HT ആൻറ്റഗോണിസ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഹിസ്റ്റമിൻ പറഞ്ഞു, 5-HT ആൻറ്റി ഹിസ്റ്റമിൻ പറഞ്ഞു, പിന്നെ 5-HT ആൻറ്റഗോണിസ്റ്റ് പറഞ്ഞു. അപ്പോൾ മറന്നു പോവില്ല കേട്ടോ. അതിന് മുന്നേ നമ്മൾ എന്താണ് ഹിസ്റ്റമിൻ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇത്രയും പഠിച്ചുള്ളൂ. ഭയങ്കര സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഒന്നും കൂടെ പറയാം. 5-HT ആൻറ്റഗോണിസ്റ്റ് സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയാറുണ്ട്. ദേ ബ്ലോക്ക് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ ആണ്. ബിലോങ് ടു ഓട്ടോകോയിഡ്സ്
തന്നെയാണ്. സോ GIT പ്ലേറ്റ്ലെറ്റ് CNS കാണും. മൈഗ്രെയിൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, നൗസിയ, വോമിറ്റിംഗ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഫിസിയോളജിക്കൽ റോൾസ് പറയാം. 5HT നമ്മൾ ഓൾസോ 5HT പറ്റാൻ പറയാൻ പോകണം കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി എന്ത് പറഞ്ഞു, 5HT ആൻറ്റഗോണിസ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ 5HT പറ്റി പറയാൻ പോവാണ്. 5-ഹൈഡ്രോക്സി tryptamine ആണ്, also known as serotonin. It's a neurotransmitter that play a role in physiological process in body. Some of the key physiological function of 5HT നമുക്ക് നോക്കാം. ഒന്ന് മൂഡ് റെഗുലേഷൻ. നമ്മൾ ആ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലെവൽ ഓഫ് സെറോട്ടോണിനും ഒക്കെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി അപ്പറ്റൈറ്റ് റെഗുലേഷൻ, നമ്മളെ ബോഡിക്ക് എത്രത്തോളം ഫുഡ് എടുക്കണം, എത്ര ഫുഡ് എടുക്കണ്ട എന്ന് റെഗുലേറ്റ് ചെയ്യുന്നതും 5HT ആണ്. സ്ലീപ്പ് റെഗുലേഷൻ, നമ്മുടെ ഉറക്കവും നമ്മൾ ഉണർന്നിരിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സെറോട്ടോണിൻ അനുസരിച്ചിട്ടായി നമ്മൾ ഉറക്കമൊക്കെ തീരുമാനിക്കുന്നത്. അടുത്ത് നൊസിസെപ്ഷൻ ആണ്. So serotonin is involved in the perception of pain and thought to play a role in the management of chronic pain. So serotonin ആണ് ഈ വേദനയൊക്കെ നമുക്ക് തിരിച്ചറിയാനും എത്രത്തോളം വേദന ഉണ്ടെന്നൊക്കെ നമുക്ക് തിരിച്ചറിയിപ്പിക്കാൻ സഹായിക്കുന്നത്. കാർഡിയോവാസ്കുലർ റെഗുലേഷൻ ഉണ്ട്. സെറോട്ടോണിന് ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും ലൈക്ക് ബ്ലഡ് പ്രഷറും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സെക്ഷൽ ബിഹേവിയർ, നമുക്ക് സെക്ഷൽ ബിഹേവിയറിൽ ഹൈ ലെവൽ സെറോട്ടോണിൻ ആണെങ്കിൽ സെക്ഷൽ ഡിസയർ കുറയുവാണ് ചെയ്യുക. വിത്ത് ഹൈ ലെവൽ ഓഫ് സെറോട്ടോണിൻ ലീഡ് ടു ഡിക്രീസ്ഡ് സെക്ഷൽ ഡിസയർ ആൻഡ് ലോ ലെവൽ ലീഡ് ടു ഇൻക്രീസ് സെക്ഷൽ ഡിസയർ. സോ സെക്ഷൽ ഡിസയറിന്റെ കാര്യത്തിൽ മാത്രം തിരിച്ചിട്ടാണ്. ഹൈ ലെവൽ ആണെങ്കിൽ കുറയുകയും ലോ ലെവൽ ആണെങ്കിൽ കൂടുകയായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. സോ അത് മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ അഡ്വേഴ്സ് എഫക്ട് ഓഫ് 5HT ആൻറ്റഗോണിസ്റ്റ് ആണ്. 5HT അല്ല, ആൻറ്റഗോണിസ്റ്റിന്റെ ആണ്. നൗസിയ, വോമിറ്റിംഗ്, ഡിസിനസ്, ഡ്രൗസിനസ്, ഹെഡേക്ക്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഹിസ്റ്റമിൻ, ആൻറ്റി ഹിസ്റ്റമിൻ, 5HT ആൻറ്റഗോണിസ്റ്റ്, 5HT അങ്ങനെ പഠിക്കുക. എന്താ 5HT പിന്നെ 5HT ആൻറ്റഗോണിസ്റ്റ് എന്താ, അങ്ങനെ കേട്ടോ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. സോ എന്താ പ്രോസ്റ്റാഗ്ലാൻഡിൻ? പ്രോസ്റ്റാഗ്ലാൻഡിൻ നാച്ചുറലി ഒക്കറിങ് ലിപ്പിഡ് ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ്സ് ചെയ്യുന്ന സാധനമാണ്. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അരക്കിനോഡിനിക് acid and produce how many tissue in the body include the lining of stomach, blood vessel and reproductive tract. അപ്പം ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന നാച്ചുറലി ഒക്കറിങ് ലിപ്പിഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് എന്താണ്, ദേ ആർ ഡിറൈവ്ഡ് ഫ്രം, ഇത് ഉണ്ടാവുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അരക്കിഡോണിക് ആസിഡിൽ നിന്നാണ്. ആലോചിക്കുക, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാവുന്നത് അരക്കിനോഡിക് ആസിഡിൽ നിന്നാണ്. ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മെനി ടിഷ്യൂ, നമ്മളെ ബോഡിയിൽ ഒരുപാട് ടിഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് സ്റ്റൊമക്ക്, ലൈനിങ് ഓഫ് സ്റ്റൊമക്കിൽ, ബ്ലഡ് വെസൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൊക്കെ കാണാറുണ്ട്. മേജർ ഫംഗ്ഷൻ ഒന്ന് ബ്ലഡ് ഫ്ലോ, ബ്ലഡ് പ്രഷർ തന്നെയാണ്. പിന്നെ കൺട്രോളിങ് ദ കൺട്രാക്ഷൻ, റിലാക്സേഷൻ, സ്മൂത്ത് മസിൽ, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെയും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെയും ഉള്ള എന്താണ് ഈ കൺട്രോളിങ്ങും കൺട്രാക്ഷൻ്റെ കാര്യത്തിലും റിലാക്സേഷൻ്റെ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി മ്യൂക്കസ്, ബൈകാർബോണേറ്റിൻ്റെ ഒക്കെ റെഗുലേഷൻ നമ്മളെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. മീഡിയേറ്റിംഗ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷനുമായിട്ട് റെഗുലേഷൻ ഉണ്ട്. ആൻഡ് റെഗുലേറ്റിംഗ് ദ ബോഡീസ് റെസ്പോൺസ് ടു ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ. സോ നമ്മളെ ബോഡിയിൽ ഒരു ഇഞ്ചുറിയോ ഒരു ഇൻഫെക്ഷനോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെയും റെഗുലേഷന് പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ, ഇത് ഉണ്ടാവുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അരക്കിഡോണിക് ആസിഡിൽ നിന്നാണ്. സോ BP, ബ്ലഡ് ഫ്ലോ, പിന്നെ GIൻ്റെ റിലാക്സേഷൻ, പിന്നെ റീപ്രൊഡക്ഷൻ്റെ അവിടുത്തെ മസിൽസിൻ്റെ റിലാക്സേഷൻ ആൻഡ് സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷനും, പിന്നെ മ്യൂക്കസും ബൈകാർബണേറ്റ് ഇൻ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് പറഞ്ഞു, പിന്നെ പെയിൻ ആൻഡ് ഇൻഫ്ലമേറ്ററി എൻ്റെ മീഡിയേറ്റിംഗ് പറഞ്ഞു, ആൻഡ് റെസ്പോൺസ് ഇഞ്ചുർഡ് ആൻഡ് ഇൻഫെക്ഷൻ. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നാച്ചുറൽ PGSും ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗും ഉണ്ട്. സോ PGSൽ PGE2, PGF2 ആൽഫ, PGE1, PGI2 ആൻഡ് പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ്. 15 മീഡിയൽ PGF2 ആണ്, മീഡിയൽ PGE1 എസ്റ്റർ ഉണ്ട്, PGE2 അനലോഗ് ഉണ്ട്. സോ ട്രാവോ പ്രോസ്റ്റാറ്റ് ആൻഡ് ബിമോ പ്രോസ്റ്റ്. സോ ബേസിക്കലി പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗിൽ എല്ലാത്തിലും നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസ്റ്റോൾ എന്നാണ് എപ്പോഴും എൻഡ് ചെയ്യുക. സോ അതിൻ്റെ ജസ്റ്റ് ആ ഫ്രണ്ടിലത്തെ ലാസ്റ്റ് മാത്രം നോക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ പഠിക്കുക.
സോ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫിസിയോളജിക്കൽ റോൾ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്. എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ ഓൾറെഡി പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഈ നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താണ്? ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ലോക്കൽ എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. എല്ലാം എങ്ങനെയാണ്, എല്ലാത്തിനുമൊക്കെ ബേസിക് ആയിട്ടുള്ള കോമൺലി കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വൺ ഈസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മളെ ബോഡിയിൽ പെയിൻ്റെ റെഗുലേഷനും ഇൻഫ്ലമേഷനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇഞ്ചുറി റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റെസ്പോൺസിന് ഒരു ഭാഗം തന്നെയാണ്. സോ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ, നമ്മളെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ, അതായത് പെർട്ടിക്കുലർലി ബ്ലഡ് വെസൽസ് ഓഫ് ദി കിഡ്നി ആൻഡ് ഹാർട്ട്, നമ്മുടെ ഹാർട്ടിൻ്റെയും കിഡ്നീൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡ് ഫ്ലോനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബി പിക്കും അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഫോർമേഷനും പ്രോസ്റ്റാഗ്ലാൻഡിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റൊമക്ക്, നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആസിഡിൻ്റെയോ ഇറിറ്റേഷൻ്റെയോ ഒക്കെ അതൊക്കെ ഡാമേജ് എന്നൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ റെഗുലേഷൻ ഓഫ് ലേബർ, ഓൾറെഡി ലൈക്ക് നമ്മുടെ എന്താണ് യൂട്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രസൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു അല്ലേ. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് ലേബർ ആൻഡ് ഡെലിവറി ഇൻ പ്രഗ്നൻസി, കോസിങ് യൂട്രസ് ടു കൺട്രാക്ട് ആൻഡ് ഹെൽപ്പ് ഇൻ ഇനിഷ്യേറ്റ് ലേബർ. സോ നമ്മൾ ലേബർ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രാക്ഷൻ കൊടുക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിനാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫെർട്ടിലിറ്റി ആണ്. നമ്മുടെ ഫെർട്ടിലിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ആവശ്യമുള്ള എഗ്ഗും ഓവറീസും യൂട്രസിന് പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഓക്കെ, സോ ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, അത് നോക്കുക. എന്താണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പറഞ്ഞു. സോ ഇവിടെ പറഞ്ഞ മെയിൻ ഫങ്ഷൻസിനെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. ഈ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഒരു പാർട്ടും കൂടെ ഉള്ളൂ, അതോടെ നമുക്ക് ഈ ഓട്ടോ കോഴ്സ് ഫുള്ളി തീരും. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഓട്ടോ കോഴ്സ് എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ സംഭവം ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആണ്. ബൈ.